ഹായ്. അപ്പോൾ ഇന്നിതാ ഞാൻ ഈ ഒരു തേങ്ങയുടെ മുറി വെച്ചിട്ടാട്ടോ നല്ലൊരു കോഫി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഇതാക്കണ തേങ്ങ ചിരകിയിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെയും എടുക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചിരകിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു തേങ്ങ ഇതാ ഞാനൊരു മിക്സിൻ്റെ ജാറിലോട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതാ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ തേങ്ങ മുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി അതൊന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു പാൽ ഇതാ ഞാനൊരു നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് ഇതാ ഞാൻ 4 ഏലക്കായ, ഒരു ഇഞ്ചിയുടെ കഷ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഒരു ഗ്ലാസ് പാലാട്ടോ പാർന്ന് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള പാലാണ് പാർന്ന് കൊടുക്കുന്നത്. അപ്പോൾ പാലും തേങ്ങാപ്പാലും കൂടെ അതാ കൂടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ 2 സ്പൂൺ കോഫി പൗഡർ കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കോഫി പൗഡർ കൂടി ഇട്ടതിന് ശേഷം ഇതാകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലോട്ട് ഇത് പാർന്ന് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കട്ടോ. ഞാനിതാ 2 കയ്യിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തേങ്ങ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, തേങ്ങ അരച്ച് ഇങ്ങനെ ഒരു ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതാ നമ്മളെ കിടിലൻ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലോങ് വീഡിയോയിൽ എന്നും ഇടുന്നുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുക.